ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചിങ്ങം 1 സ്പെഷ്യൽ വ്ളോഗാണ്. രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു. പിന്നെ സാധാരണ പോലെ നമ്മൾ വീട്ടിലെ പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. തേങ്ങ വീണ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ പഠിപ്പില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം വൈകിട്ടാണ് എണീക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞങ്ങൾക്ക് ഏകാദശി നോറ്റിയെടുക്കായിരുന്നു. ഞാനും ചേട്ടനും ഏകാദശി എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കളയേണ്ട ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ എന്നെ കുളിച്ച് ഇതാണ് കേട്ടോ. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് എന്നാൽ അമ്പലത്തേക്ക് പോകാമെന്ന്. ചേട്ടനൊരു വാടകയുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് അമ്പലത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൂട്ടി ഇന്ന് ആനയൂട്ടൊക്കെ ഉണ്ട് അമ്പലത്തിൽ. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് ഗംഭീരമായിട്ടുള്ളൊരു മഴ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പോക്ക് നടക്കില്ല, അപ്പോൾ ചേട്ടൻ്റെ കൂടെ തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങൾ രണ്ടാം അപ്പോൾ പിള്ളേർ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയതൊന്നും വന്നത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ എന്നെ അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകാദശിയൊക്കെ എടുത്തിട്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും നല്ലതായിട്ട് വിശക്കുമെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇതാ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇഡലിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടന് വാടകയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് ചേട്ടന് ചായ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡലിയും ചട്നിയാണ് ഞാൻ പെട്ടെന്നായിട്ട് ഉണ്ടാക്കിയത്. ആൾക്ക് അങ്ങനെ സാമ്പാർ വേണം എന്നുള്ള ഇതൊന്നുമില്ല കേട്ടോ. ചട്നിയാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡലിയും ചട്നിയും ഒക്കെ ഞാൻ തയ്യാറാക്കി വെച്ചു. പിന്നെ ഇത് ശംഖുപുഷ്പം ടീയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ കുറേ നാളായിട്ട് ചായയും കാപ്പിയൊന്നും കഴിക്കാറില്ല. ഇതുപോലെയൊക്കെയാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്താ ചായ ഉടുക്കിയിട്ട് പോകാനായിട്ട് നോക്കുകയാണ്. അതിന് ശേഷം എന്താ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞു കൂട്ടി പരിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ചായ കുടിച്ചിട്ട് പോയിട്ടാ. അപ്പോൾ സാമ്പാർ വേണ്ട, ചേട്ടൻ അല്ലെങ്കിലും ചട്നിയാണ് താല്പര്യം. അപ്പോൾ ചട്നി മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂട്ടി പോയി ആൾ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കുകയാണ്. പിന്നെ കറണ്ട് പോകുമ്പോഴേക്കും സാമ്പാർ വറുത്തരയ്ക്കണം. ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു. പരിപ്പ് ഇട്ട് കൊടുത്തു, അരി ഉപ്പ് ഇട്ട് കൊടുത്തു, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇന്ന് ഞാൻ പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്നും ഉടയാണ്ട് പോകത്തേ, ഉടയാണ്ടിരിക്കും. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ലൂസായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആ സാമ്പാറൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ രണ്ടാളും ഉമ്മാർത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അച്ഛനും ഇരിക്കുന്നുണ്ട്. അന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇടയ്ക്ക് വരും പോവുക ചെയ്യണ കാരണം സാമ്പാറൊക്കെ ഉണ്ടാക്കാനായിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അമ്മ അമ്പലത്തിൽ പോയി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഗോതമ്പ് പായസം വയ്ക്കാൻ പോണത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരകി എടുക്കാനായിട്ട് മടി കാരണം ഞാൻ അങ്ങനെ നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തപ്പോൾ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലാക്കി എടുക്കണം. ഇനി അതിലേക്ക് ഇതാ ശർക്കരപ്പാനും റെഡിയാക്കിയിട്ടുണ്ട്. പായസത്തിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ
ചോറ് വെന്തുകൊണ്ടിരിക്കും. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ഗോതമ്പിലേക്ക് ഇതാ ഞാൻ ഒരു പഴം കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നേന്ത്രപ്പഴമാണ് കേട്ടോ. പിന്നെ 3-ാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ 1-ാം പാലും 2-ാം പാലും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ വേവിക്കാനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ടുള്ള സ്ഥലവും പിന്നെ ബാക്കിയുള്ള അടിഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഇതാ നല്ലപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മളിതാ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി, കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മുടെ 2-ാം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൽ ചെറുതായിട്ടൊക്കെ തിളയൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ 1-ാം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണ് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടി കണ്ട അടിച്ചോണ്ട് കണ്ടപ്പോൾ അടിച്ചോരും പാത്രം കഴുകുന്ന കണ്ടപ്പോൾ പാത്രം വീഡിയോ എടുക്കുന്ന കണ്ട ആള് കൂട്ട് കണ്ടാന്ന് കഴിഞ്ഞ് വരും. മിൽക്ക് മെയ്ഡ് വേണ്ട, അത് ഈ പായസത്തിലേക്ക് വേണ്ട, നമുക്ക് വേറെ ഓണത്തിന് ഉണ്ടാക്കുമ്പോൾ എടുക്കാം. മിൽക്ക് മെയ്ഡ് എടുത്തുകൊണ്ടിരാൻ പോയെടുക്കണ ആള്. അത് 2 ആൾക്കും കൂടിയിട്ട് ടാപ്പിലേ ഞാൻ കാണാണ്ട് ഇതാ ഫ്രിഡ്ജിൽ നിന്ന് കട്ടെടുത്ത് കഴിക്കലാണ്ട പണി. അപ്പോൾ ആ പേരും പറഞ്ഞ് കഴിക്കാൻ വേണ്ടി കൊടുന്നെടുക്കണം. അപ്പോൾ ഈ പായസത്തിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓണത്തിന് പായസം വയ്ക്കുമ്പോൾ എടുക്കാന്ന്. അപ്പം അത് തീർത്തുടങ്ങി അതല്ലേ നോക്കിയാലേ പറഞ്ഞോടത്തെ കാണാല്ലേ അല്ലേ. അപ്പം നമ്മുടെ പായസത്തിൻ്റെ പണി പകുതി കഴിഞ്ഞു കേട്ടോ. പകുതിയല്ല, മുഴുവനായിട്ട് കഴിഞ്ഞു. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വറുത്തിടണം. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ പണി കഴിഞ്ഞു. ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് സാമ്പാർ തന്നെയാണ് കേട്ടോ കഴിക്കണത്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് മുതിരപ്പേരുണ്ടായിരുന്നു ബാക്കി, അപ്പോൾ അത് എടുക്കാം. അപ്പോൾ ചേട്ടൻ ഇന്ന് ഓട്ടത്തിന് പോയി എടുക്കണം. മിക്കവാറും ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആരും കഴിച്ചൊന്നും വരില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ പരിപാടികൾ. പായസത്തിൽ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ടതിന് ശേഷം ഭഗവാന് കുറച്ച് നമ്മൾ കൊണ്ടുവയ്ക്കും, നേദിക്കാനായിട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പായസത്തിൽ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. മധുരമൊക്കെ എത്ര ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ഭഗവാനെ നിവേദിക്കാൻ പാടില്ലല്ലോ. പിന്നെ അത് കൊണ്ടുവച്ച് വന്നിട്ട് വേണം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാനായിട്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അതുകൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തിരക്കിലാണ്. അപ്പം നമ്മൾ അവൾക്ക് വെച്ച് കൊടുക്കാം. ആ കപ്പിൽ തരാം. ലച്ചുവിന് പായസം കുടിക്കാൻ ഭയങ്കര തിരക്കായി. അപ്പോൾ അവൾക്ക് വേണ്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ തീരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഉപ്പും മധുരമൊക്കെ കറക്റ്റാണോ നോക്കട്ടെ. കൂടാൻ സാധ്യതയില്ല, കുറവാണോ എന്നാണ് സംശയം. എനിക്ക് അധികം മധുരത്തിൻ്റെ കുത്ത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കുറവായാലും കുഴപ്പമില്ല. കൂടുതലെന്ന് പറയാനൊന്നുമില്ല, കറക്റ്റ് പാകം കേട്ടാ. തരി ഉപ്പും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കട്ടയാവുമെന്നൊരു സംശയമുണ്ട്. നമ്മളല്ലാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പാല് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കൂടുതലാവുമെന്ന്. പക്ഷെ കൂടുതലൊന്നുമല്ല. ഇപ്പം കുടിക്കാൻ കറക്റ്റ് പാകമാണ്. ഇനി ചേട്ടൻ വരുമ്പോഴേക്കും എന്താവോന്ന് അറിയിട്ട് തന്നെ നാത്തൂൻ്റെ കൂടെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.